Hi, all. Magic morning. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇതൊക്കെ കഴിഞ്ഞ് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഈദ് സെലിബ്രേഷൻ എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഇന്ന് നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ ആണ് ക്ലാസ് വരുന്നത്. ഞാൻ ഓഡിയബിൾ ആണല്ലോ? അതെ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പം നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ ടോപ്പിക് എടുക്കുന്നത് നിങ്ങൾക്ക് അറിയാം, നമ്മുടെ സൈഫ് സാറാണ്. അപ്പം സർ കേൾക്കാമോ? സൈഫ് സർ? കേൾക്കാം. ഓക്കെ, അപ്പം ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സൈഫ് സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. സർ പ്ലീസ് വെൽക്കം. താങ്ക് യു ആൾ. അപ്പം എല്ലാ ആളുകളും ഈദ് സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് ഇരിക്കുകയായിരിക്കും. ഇന്ന് ലോ ഓഫ് അട്രാക്ഷൻ്റെ ക്ലാസ്സിൽ സംസാരിക്കാൻ പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ സെഷൻസിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആർക്കെങ്കിലും ഒന്ന് റീക്യാപ്പ് ചെയ്യാമോ? എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് കഴിഞ്ഞ വീക്കിൽ ഞാൻ നിങ്ങളോടൊരു ഒരു സിംഗിൾ ഡേയിലേക്കുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചെയ്തോ എന്നുള്ളതാണ്. സർ ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കിയായിരുന്നു. ഓക്കെ, ഒരു സിംഗിൾ ഡേയിലേക്കുള്ള ഒരു സ്ക്രിപ്റ്റ് പോലെ ഇന്ന് എങ്ങനെയാണ് വേണമെന്നുള്ളത് ആഗ്രഹിച്ചിട്ടാണ് എഴുതി. പിന്നെ യെസ്റ്റർഡേ എന്തായിരുന്നു അതിൽ നിന്ന് കിട്ടിയത്, യെസ്റ്റർഡേ എന്ത് അച്ചീവ്മെന്റ് നേടിയത് അത് അടുത്തത് എഴുതി. പിന്നെ ഒരു ഗ്രാറ്റിറ്റ്യൂഡും അത് ഫോളോ ചെയ്തപ്പോൾ ഞാൻ എന്താണോ പ്ലാൻ ചെയ്തത് അതുപോലെ 100% ഫസ്റ്റ് ഡേ ആയില്ല, പക്ഷെ എനിക്ക് അതുപോലെ ഒരു 80% കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. വർക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ കാര്യങ്ങളാണ് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോൾ എഴുതിയത്. അതെനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വെരി ഗുഡ് ശ്രീകൃഷ്ണ. വേറെ എന്തെങ്കിലും എക്സ്പീരിയൻസ് വേറെ ആൾക്ക് ഷെയർ ചെയ്യാനുണ്ടോ? എനിബഡി വേറെ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല. സോ ഇന്ന് ഈ ക്ലാസ്സിൽ ഫസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് എപ്പോൾ ഒന്ന് ടൈപ്പ് ചെയ്യും. ഫസ്റ്റ് ടൈം ആണെങ്കിൽ സെഷൻസ് അറ്റൻഡ് ചെയ്യുന്ന 2 സെഷൻസ് അറ്റൻഡ് ഉള്ളവരുണ്ടെങ്കിൽ എഫ് എന്നൊന്ന് കമന്റ് ചെയ്യാൻ പറ്റും. എനിബഡി ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട്? ഇല്ല, ഏറെക്കുറെ ഒക്കെ പഴയ ആളുകളാണ് മനസ്സിലായിട്ടുള്ളത്. ലീഡേഴ്സിനോട് ഒരു രമേശ് സാറ് ഫസ്റ്റ് ആണ് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. ഇന്ന് മൺഡേയുടെ ക്ലാസ് ഫ്രീ ആണ്. സാധാരണ മൺഡേയിലാണ് ഉണ്ടാവാറുള്ളത്. ഇന്നലെ പെരുന്നാളാണ് ട്യൂസ്ഡേയിലേക്ക് മാറി. അപ്പം അത്തരം ആളുകളിലേക്ക് ഇത് എന്ത് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ള. നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന രമേഷ് ഭായ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ചിട്ടാണ്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ച് മുന്നേ കേട്ടിട്ടുണ്ടോ, അത് ആദ്യമായിട്ട് കേൾക്കുകയാണ്? അതും കൂടെ ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ടൈമാണ് കേൾക്കുന്നത് വെച്ചെങ്കിൽ എഫ് എന്ന് കമന്റ് ചെയ്യാം, അല്ല മുന്നേ കേട്ടിട്ടുണ്ടെങ്കിൽ ബി എന്ന് കമന്റ് ചെയ്യാം. ഫസ്റ്റ് ടൈമാണ് കേൾക്കുന്നത്. ഓക്കെ, ഫൈൻ. എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള വേറെ ആർക്കെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ? ബേസിക് തിങ്സ് ആർക്കെങ്കിലും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. എനിബഡി? ബഷീർ സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? മാജിക് മോർണിംഗ്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞെങ്കിൽ പ്രകൃതിയുടെ ഒരു നിയമമാണ്. ലോ ഓഫ് ഗ്രാവിറ്റി എങ്ങനെയാണെന്നുള്ളത് ഇത് ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണില്ലെങ്കിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഒരു കാറ്റ് നമ്മൾ കാണുന്നില്ല, പക്ഷെ കാറ്റ് നമുക്ക് അനുഭവിക്കാൻ പറ്റും. അതുപോലെയുള്ള ഒരു സംഭവമാണ് ഇത്. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ 100% സക്സസ് ആണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവപ്പെട്ടതാണ്. ഫൈൻ, താങ്ക് യു.
താങ്ക് യു ബഷീർ ഭായ്. ഓക്കെ, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു പ്രകൃതിയുടെ നിയമമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചിന്തകൾ എന്താണോ ആ ചിന്തകൾക്ക് അനുസരിച്ചിട്ടാണ് നമ്മുടെ ലൈഫിൽ കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോ ഈ 2024 ജീവിക്കുന്ന സമയത്ത് നമ്മളുടെ കയ്യിലുള്ള ഫിനാൻസ് ആയിക്കോട്ടെ, നമ്മുടെ വിദ്യാഭ്യാസം ആയിക്കോട്ടെ, നമ്മൾ ഓരോ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിലും കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരിക്കും നമ്മുടെ ചിന്തകളുടെയും പ്രവർത്തികളുടെയും ഒരു റിസൾട്ട് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് എങ്ങനെയാവണമെന്ന് തീരുമാനിക്കുന്നതിനുള്ള കഴിവ് നമ്മളുടെ തന്നെയുണ്ട്. നമ്മൾക്ക് വ്യക്തമായിട്ടുള്ള ഗോളുകളും അതിനനുസരിച്ചുള്ള ആക്ഷൻസ് എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ ലൈഫിൽ ഫിനാൻഷ്യലി ഗ്രോത്ത് ഉണ്ടാകുന്നതിനും റിലേഷൻഷിപ്പിൽ ഗ്രോത്ത് ഉണ്ടാകുന്നതിനും ഹെൽത്തിൽ ഗ്രോത്ത് ഉണ്ടാകുന്നതിനും നോളജിൽ ഗ്രോത്ത് ഉണ്ടാകുന്നതിനും എല്ലാ ഏരിയയിലും ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചേഞ്ച് ചെയ്ത് തുടങ്ങേണ്ടത് നമ്മളുടെ ചിന്തയിലാണ്. നമ്മുടെ ബോഡിയിനേക്കാളും പ്രാധാന്യമുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ചിന്തയാണ്. നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നുവോ അതായിട്ടാണ് നമ്മൾ തീർന്നിട്ടുള്ളത്, അതായിട്ടാണ് ഈ നമ്മൾ നാളെ തീരാൻ പോകുന്നത്. നമ്മുടെ ചിന്തകൾക്കനുസരിച്ചിട്ടാണ് നമ്മുടെ ലൈഫ് എന്ത് ചെയ്യുന്നത്, ചേഞ്ച് ആവുന്നതാണ്. അതാണ് ബേസിക് ലോ ഓഫ് അട്രാക്ഷൻ. അപ്പൊ ഇതിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് മാനിഫെസ്റ്റേഷൻ എന്ന് പറയും. ആ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇതേപോലെ ഒരു 1 ഡേയിലേക്കുള്ള ഒരു മെത്തേഡ് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ട്രൈ ചെയ്ത ആളുകൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സ് യൂസ് ചെയ്ത് ടി എന്ന് യൂസ് ചെയ്ത് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ 1 ഡേയിലേക്കുള്ള സ്ക്രിപ്റ്റിംഗ് ട്രൈ ചെയ്തു നോക്കും. ഇത്രയും ആളുകളൊന്ന് ടി എന്ന് ടൈപ്പ് ചെയ്യുക. ഞാൻ അതൊരു എക്സാമ്പിൾ അടക്കം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. എങ്ങനെയാണ് അത് എഴുതേണ്ടത് എല്ലാം ഞാൻ എക്സാമ്പിൾ അടക്കം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ട്രൈ ചെയ്ത ആളുകൾ മണിസാർ ട്രൈ ചെയ്തു, വേറെ ശ്രീകൃഷ്ണ ട്രൈ ചെയ്തു, വേറെ കൺഗ്രാറ്റുലേഷൻസ് മണിസാർ ആൻഡ് ശ്രീകൃഷ്ണ. ബീന മാം ട്രൈ ചെയ്തു, കൺഗ്രാറ്റുലേഷൻസ്. മേഘ മാം ട്രൈ ചെയ്തു, കൺഗ്രാറ്റുലേഷൻസ്. ഷൈനി മാം ട്രൈ ചെയ്തു, കൺഗ്രാറ്റുലേഷൻ. റസാഖ് സാർ ട്രൈ ചെയ്തു, ഷീല മാം ട്രൈ ചെയ്തു. ഓക്കെ, വേറൊരാൾക്കും കൂടെ എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് പറയാം. ട്രൈ ചെയ്ത ആളുകൾക്ക് ഒരാളും കൂടെ നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാം. എന്ത് എക്സ്പീരിയൻസ് ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾക്ക് അത് പ്രചോദനമാവാൻ വേണ്ടിയിട്ടാണ്. എനിബഡി, എനി അതേഴ്സ്? നല്ല അനുഭവം. വേറെ അൺമ്യൂട്ടഡ് സംസാരിക്കാൻ സാധിക്കും. മേഘ, ബീന, ശ്രീഷ്ണ, റസാഖ് സാർ, ഷീല മാം. മാജിക് മോർണിംഗ്. സർ മാജിക് മോം. മേഘ മാം ഒരു മിനിറ്റ്, മണിസാർ സ്റ്റാർട്ട് ചെയ്തു. മണിസാർ പറഞ്ഞോളൂ. ഞാൻ സാർ പറഞ്ഞ മാതിരി ആ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. ആദ്യം തലേ ദിവസത്തെ കാര്യങ്ങളാണ് എഴുതിയത്. തലേ ദിവസം എന്തൊക്കെയുണ്ടായി, രാവിലത്തെ ആ മെഡിറ്റേഷൻ മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങൾ എഴുതി. അതിന് നന്ദി പറയുകയും നല്ലൊരു ദിവസം തന്നതിന് യൂണിവേഴ്സിനോടും പിന്നെ എല്ലാവരോടും നന്ദി പറയുക, അതൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആ പിറ്റേന്ന് ഉള്ള ദിവസം അത് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, ആ മെഡിറ്റേഷൻ മുതലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഡെയിലി റൂട്ടീൻ വർക്ക്. പിന്നെ ഞാൻ പ്രത്യേകിച്ച് എഴുതിയത് എൻ്റെ മെഡിക്കൽ ചെക്കപ്പിന്റെ കാര്യമാണ്. അത് ഞാൻ വിചാരിച്ചതുപോലെ നല്ലൊരു റിസൾട്ട് ആയി വരണം എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. ഫേവറബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട്. അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് ഫേവറബിൾ ആയി തന്നെ അത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എനിക്കൊരു ചെറിയൊരു എക്സാമിനേഷൻ ഉണ്ടായിരുന്നു അതിൽ. അത് ക്ലിയർ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഒരു സ്കാനിന് പോയത്. ആ സ്കാൻ ചെയ്ത സമയത്ത് എനിക്ക് ഫേവറബിൾ ആയി തന്നെ ഒരു റിപ്പോർട്ട് വന്നു എന്നുള്ളതാണ്. അപ്പൊ അത് ആണ് ഞാൻ പ്രത്യേകം എഴുതിയത്. അതിന് നന്ദി പറയുകയും ചെയ്യുന്നു. പിറ്റേ ദിവസം നന്ദി പറഞ്ഞു. അതൊക്കെ. താങ്ക് യു ഉണ്ണികൃഷ്ണൻ സാർ. മേഘ മാം ഞങ്ങൾക്ക് ഒരു അവസരം തരാം. അപ്പോൾ ഞാൻ പറഞ്ഞ സംഭവം എന്താ വെച്ചാൽ ഈ വീക്കിലി ഡേയ്സ് ഇങ്ങനെ അത് എങ്ങനെയാണ് നമുക്കൊരു വർഷത്തിലേക്കും ഒരു വീക്കിലേക്കൊക്കെ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അത് ഈ ഡേ പ്രാക്ടീസ് ചെയ്ത ആളുകൾക്കാണ് അതിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഓക്കെ, ഡേ പ്രാക്ടീസ് ചെയ്യാത്ത ആളുകൾക്ക് പിന്നെ അത് വീക്കിലേക്ക് എത്തുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഒരു ദിവസം മാത്രം ചെയ്യാനുള്ള സംഭവമല്ല. പെർട്ടിക്കുലർ ഡേയിൽ എല്ലാ ദിവസവും നിങ്ങൾ ട്രൈ ചെയ്ത് കൊണ്ടിരിക്കുന്ന സംഭവമാണ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എങ്ങനെ ആയിത്തീരണം എന്നുള്ളതിന്റെ ഒരു എക്സാക്ട് കാര്യം നമ്മൾ എഴുതുന്നതിനെയാണ് ടുഡേ സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു വീഡിയോ കാണിച്ചു തരാം. ബഷീർ സാർ ഹിന്ദി അറിയാലോ? ഹിന്ദി അറിയില്ലേ? കുറച്ചറിയും, കുറച്ച്. ഓക്കെ,
ആരെങ്കിലും ഒക്കെ ആയിട്ടുണ്ടാകും, അല്ലെങ്കിൽ എനിക്കറിയുന്നത് ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കാണും. घट से बहुत कुछ सीखना है, TRS क्लिप्स हिंदी को सब्सक्राइब कीजिए। जैसे ICC टूर्नामेंट्स में माता चढ़ जाती है। ശിഖർ ധവാൻ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരാളായിരിക്കും. ഇന്ത്യയിലെ ഒരു ഫേമസ് ക്രിക്കറ്ററാണ്. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ICC टूर्नामेंट में जी मेरे काफी अच्छी रिकॉर्ड्स रहे हैं, और मालिक की बड़ी मेहर है कि भाई इतना रिकॉर्ड्स रहे हैं मेरे। पर क्या हो जाता है आपको ऑनेस्टली? ऐसा कुछ नहीं कि मेरी कोई कमिटमेंट लेवल फर्क आ जाता है, मेरा जो प्रोसेस है वो हमेशा सेम रहा है। और आई फील कि ICC टूर्नामेंट में विकेट्स मच मोर बेटर एज वेल, और न्यूट्रल वेन्यू पे रहता है, उन्हें पता होता है कि भाई एक प्रॉपर ट्रू विकेट्स रहती है। वेयर एल्स बायलैटरल में समटाइम्स ट्रू विकेट नहीं भी रहती। ट्रू विकेट मतलब ट्रू विकेट एज इन जैसे बॉलर फ्रेंडली विकेट हो गई। ओके, जैसे अभी जैसे चलो टेस्ट क्रिकेट तो बिल्कुल, अब जैसे टेस्ट खेले तो टर्निंग ट्रैक पे खेले तो उसमें बैट्समैन को रन बनाना इतना आसान नहीं। बॉलर विकेट ले जा रहे हैं, तो इट्स नॉट अ वेरी ट्रू विकेट। चाहे वो ये टेस्ट सीरीज इधर की हो या कभी जैसे हम पर्थ में खेल रहे हैं तो वहाँ पे वो फायरी होती है, तो इतने आसान नहीं होता, चैलेंज बहुत बड़ा हो जाता है। वेरल्स वनडे या T20 में विकेट थोड़ी फ्लैट रहती है, क्योंकि रिस्क ज्यादा लेना पड़ता है बैट्समैन को, तो वो विकेट ट्रू होनी चाहिए उसके, मतलब बैलेंस बिटवीन बैट्समैन एंड बॉलर। ओके पर एक्चुअली होता क्या है, क्योंकि आई फील कि जितने भी क्रिकेट फैंस हैं इंडिया में, हाँ जी, आपको एसोसिएट करते हैं ICC टूर्नामेंट्स के साथ कि आपने बहुत सारे मैचेस जिताए हैं टूर्नामेंट्स में, जहां बाकी सारे प्लेयर्स शायद उनसे परफॉर्मेंस हो रही नहीं, पर आपकी परफॉर्मेंस हमेशा होती है। आपकी मेंटालिटी कुछ अलग होती है ICC टूर्नामेंट्स के दौरान, कुछ सेल्फ कॉन्फिडेंस बढ़ता है। तो शेर है, इस पे शेर सुनाऊंगा आपको। ओके, कि इतनी आसानी से कब पहले हुनर खुलते हैं, इतनी आसानी से कब पहले हुनर खुलते हैं, बुलंदी पर होता हूँ अब पर खुलते हैं। जब मैं बुलंदी बोल रहा था तब मेरे पर खुलते हैं, तो आप बोल रहे थे। ओके, एंड या इट्स फन, लाइक in my head I always see myself performing really well and making lots of records. मैं पहले भी बोला है अपने कई इंटरव्यूज में कि भी I use lot of law of attraction and I always tell people to use lot of law of attraction. Even जो youngsters आपके यहाँ पे सुन रहे हैं कि वो कला सीखनी चाहिए कि law of attraction कैसे यूज करें and how to turn your dreams into reality. That is very very important. सिखाओ। देखो आपने भी अपना ड्रीम रियलिटी में कन्वर्ट किया ही है, आप इतने फेमस अपने फील्ड पे इतना अच्छा कर रहे हैं, तो यही होता है कि भाई जैसे सपना लिया, संकल्प से सिद्धि कैसे करी जाती है, तो वो सारी चीजें ഞാൻ സ്റ്റോപ്പ് ചെയ്യാതെ ആ ഒരു വീഡിയോയിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, ശിഖർ ധവാൻ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്ന ഒരാളായിരിക്കും, ചിലപ്പോൾ അല്ല മേ ബി ഒരു 90% അയാൾക്ക് അറിയുന്ന ആൾക്ക് ഇന്ത്യയിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ക്രിക്കറ്ററാണ് ശിഖർ ധവാൻ എന്ന്. അപ്പോൾ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ആണ് അദ്ദേഹം ഷെയർ ചെയ്തത്. അദ്ദേഹം മനസ്സിൽ കണ്ട കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് നേടിയെടുക്കാൻ പറ്റി. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ടേംസ് വ്യക്തമായിട്ട് പറഞ്ഞിട്ട് അദ്ദേഹം എങ്ങനെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അദ്ദേഹം ഫേമസ് ക്രിക്കറ്റർ ആവുന്നത്, ഓരോ മാച്ച് കളിക്കുന്നത്, ആ മാച്ചിൽ അദ്ദേഹത്തിന് കിട്ടുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഒരുപാട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ചിന്തകൾ ആണ് നമ്മളെ ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മുടെ ഫ്യൂച്ചറിനെ ക്രിയേറ്റ് ചെയ്യുന്നുള്ള വ്യക്തമായിട്ട് ധാരണ നമുക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു നെഗറ്റീവ് തോട്ട്സിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ പോസിറ്റീവ് തോട്ട്സിലേക്കാണ് പോകുന്നത് വെച്ചെങ്കിൽ അതിന്റെ റിസൾട്ടാണ് കിട്ടുക. അപ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും, നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും രണ്ട് രീതിയാണ് ഉണ്ടാവുക. നമ്മുടെ ലൈഫിൽ ഒരു പ്രോബ്ലംസ്, ഒരു ചലഞ്ചസ് ഉണ്ടാണെങ്കിൽ അതിന്റെ ഇസ് ദർ എനി സൊല്യൂഷൻസ് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അതിന് രണ്ട് ആൻസർ ഉണ്ടാവും. എന്തൊക്കെയായിരിക്കും ആൻസർ? നമ്മുടെ ലൈഫിൽ ഒരു പ്രോബ്ലം ഉണ്ട്, അപ്പൊ നമ്മൾ ചോദിക്കുകയാണ് ഇസ് ദർ എനി സൊല്യൂഷൻ ഫോർ ദാറ്റ്. അവിടെ അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ രണ്ട് ആൻസർ അതിനുണ്ടാവുള്ളൂ. ഒന്നെന്തായിരിക്കും? അതായത് എനിക്കിപ്പോ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട്, അപ്പൊ അതിന് സൊല്യൂഷൻസ് ഉണ്ടോ ചോദിക്കുകയാണെങ്കിൽ യെസ്,
ഒരേ ആൻസർ എന്തായിരിക്കും? എസ് ആയിരിക്കും. ഒരേ ആൻസർ നോ ആയിരിക്കും. ഏതൊരു പ്രോബ്ലംസിനും ഒരു ചോദ്യത്തിന് 2 ഉത്തരം ഉണ്ടാവുള്ളൂ. ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ആ പ്രോബ്ലംസിന് സൊല്യൂഷൻ ഉണ്ട്, അല്ലെങ്കിൽ അതിന് സൊല്യൂഷൻ ഇല്ല. ഈ രണ്ടല്ലാത്ത ആൻസർ ഉണ്ടാവില്ല. സൊല്യൂഷൻ ഉള്ള ഒരു കേസാണ്, അതിന് സൊല്യൂഷൻ ഉണ്ട്. ദെൻ നമ്മൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ദർ ഇസ് എ സൊല്യൂഷൻ ഫോർ ദാറ്റ്. പിന്നെ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ഇനി അതിന് സൊല്യൂഷൻ ഇല്ല, ദെൻ ആക്സെപ്റ്റ് ഇറ്റ്. സൊല്യൂഷൻ ഇല്ല, പിന്നെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. ആക്സെപ്റ്റ് ഇറ്റ്. സെക്കൻഡ്, അതിന് സൊല്യൂഷൻ ഇല്ല, ഇനി അതിന് സൊല്യൂഷൻ ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ ആക്സെപ്റ്റ് ചെയ്യുക. ഞാൻ ഈ അടുത്തിടെ ഒരാളെ പരിചയപ്പെട്ടല്ല, ഞാൻ കുറച്ച് മുമ്പ് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ഈ ഒരു സമയത്ത് പിന്നീട് ഞാൻ അദ്ദേഹത്തെ കാണുന്ന സമയത്ത് അദ്ദേഹത്തിന് 2 കൈ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ കൈ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഒരു മെഷീൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ട് നഷ്ടപ്പെട്ടാണ്. അപ്പൊ അദ്ദേഹത്തോട് സംസാരിക്കുന്ന സമയത്ത് വളരെ കൂളായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഒരു ഈ കൈ നഷ്ടപ്പെട്ട ഒരു ഭാവം അദ്ദേഹത്തിന്റെ മുഖത്തോടെയും കാണാൻ സാധിക്കുന്നില്ല. അപ്പൊ ഞാൻ ക്യൂരിയോസിറ്റിയുടെ പുറത്ത് അവസാനം അദ്ദേഹത്തോട് ചോദിച്ചു, ഈ കൈ നഷ്ടപ്പെട്ടിട്ട് എന്താണ് തോന്നുന്നത്? ആദ്യമൊക്കെ നല്ല വിഷമം ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്തു. ഒരു കോമൺ മാൻ അതിനെ ആക്സെപ്റ്റ് ചെയ്തു. നൗ ഐ ആം ഓക്കെ. ഇപ്പൊ ഓക്കെയാണ്. എനിക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. 2 കൈ നഷ്ടപ്പെട്ട ആൾക്ക് എന്തായാലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാതിരിക്കില്ലല്ലോ. അതും ജന്മനാ കൈ ഇല്ലാത്ത ഒരാളല്ല, കൈ ഉണ്ടായി അതിന്റെ എല്ലാ കാര്യങ്ങളും അനുഭവിച്ചറിഞ്ഞ ഒരാളാണ്. അദ്ദേഹം വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. എനിക്ക് തന്നെ അദ്ദേഹത്തോട് ഒരു ബഹുമാനവും അത്ഭുതമൊക്കെ ഫീൽ ചെയ്തു. സോ നമ്മൾ ലൈഫിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു പ്രോബ്ലംസിന് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചോദിക്കുന്നത് ദെൻ വൈ ഐ വറി? ഞാൻ എന്തിനാണ് പിന്നെ ഈ വറിയാവുന്നത്? പ്രോബ്ലംസ് ഇല്ല, സൊല്യൂഷൻ ഇല്ല, പിന്നെ നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം? ഈ 2 കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അവിടെയൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ മൂഡുകൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതാണ്. നിങ്ങളെപ്പോഴും നിങ്ങളോട് ചോദിക്കേണ്ട ഒരൊറ്റ ചോദ്യമുള്ളൂ. ആ സിംഗിൾ ചോദ്യത്തിന് ആൻസർ കണ്ടെത്താനും ആ ആൻസറിനനുസരിച്ച് നിങ്ങളുടെ മൂഡ്, നിങ്ങളുടെ സിറ്റുവേഷൻസിനെ ചേഞ്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നല്ല ലൈഫ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഇന്നലെയൊക്കെ എൻ്റെ ലൈഫിലുണ്ടായിരിക്കുന്ന കുറെ കാര്യങ്ങൾ ആലോചിച്ചു. ഇതേപോലെ ഒരു പെരുന്നാൾക്ക്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള പെരുന്നാൾക്ക്, എൻ്റെ മാനസികാവസ്ഥയും ഇപ്പോഴത്തെ എൻ്റെ മാനസികാവസ്ഥയും സെയിം സിറ്റുവേഷൻസിൽ ഡിഫറെൻ്റ് ആയിരുന്നു. നമ്മളെപ്പോഴും നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, ആം ഐ ഇൻ എ ഗുഡ് മൂഡ്? ഞാനിപ്പോൾ നല്ല മൂഡിലാണോ? അത് നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ മൂഡ് എങ്ങനെയാണെന്നുള്ളത്. ഞാൻ നല്ല മൂഡിലാണോ ചീത്ത മൂഡിലാണോ? ആം ഐ ഇൻ എ ഗുഡ് മൂഡ്? ഞാനൊരു നല്ല മൂഡിലാണെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസിൽ, ഈ ഒരു സിറ്റുവേഷൻസിൽ എൻ്റെ മൂഡ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് മൂഡാണ്, ഞാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ യു ആർ ഇൻ എ സേഫ് സോൺ. ഇനി നിങ്ങളൊരു ബാഡ് മൂഡിലാണെങ്കിൽ യു ആർ ഇൻ എ ഡേഞ്ചർ സോൺ. നിങ്ങളുടെ അലൈൻമെന്റ് തെറ്റിയിരിക്കുകയാണ്. ഈ അലൈൻമെന്റ് നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ ആ ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യും. അവിടെ നമ്മൾ ചേഞ്ച് ചെയ്യാൻ തയ്യാറാണ്. അവിടെയാണ് നമ്മൾ ഇത്തരം ടെക്നിക്സുകൾ ഉപയോഗിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഓക്കെ, കാണാൻ പറ്റുന്നതെന്ന് ഉദ്ദേശിക്കുന്നത് ആ മാനിഫെസ്റ്റേഷൻ മെത്തേഡിന്റെ സംബന്ധം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഇന്ന് നമ്മളൊരു വീക്കിലേക്കുള്ള ഗോളുകൾ എങ്ങനെയാണ് എഴുതുക, അല്ലെങ്കിൽ ഒരു വർഷത്തിലേക്കുള്ള ഗോളുകൾ എങ്ങനെയാണ് എഴുതുക എന്നുള്ളത്. ഓക്കെ, വീക്ക്, മന്ത് ഓർ ഇയർ, ഇത് സിമിലർ തന്നെയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഇറ്റ്സ് സിമിലർ ടു സ്ക്രിപ്റ്റിംഗ് ഫോർ ടുഡേസ് ബട്ട് മേ ഇൻവോൾവ് മോർ കണ്ടന്റ് ആൻഡ് ഇമോഷൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതുപോലെ തന്നെ ഒരു ദിവസത്തിലേക്ക് എഴുതുന്നത് പോലെ തന്നെയാണ് ഒരു വീക്കിലേക്കും ഒരു മന്തിലേക്കും ഒരു ഇയറിലേക്കും എഴുതേണ്ടത്. ഡിഫറൻസ് എന്താണ്? വാട്ട് ക്യാൻ ഐ അച്ചീവ് ടുഡേ എന്നുള്ളടത്ത് വീക്ക് ആണെങ്കിൽ എനിക്ക് വീക്ക് എന്ന് പറയാം, മന്ത് ആണെങ്കിൽ മന്ത് എന്ന് പറയാം, ഇയർ ആണെങ്കിൽ ഇയർ എന്ന് പറയാം. നിങ്ങൾ ചുമ്മാ ചോദിച്ചു നോക്കുക, ഈ ഒരു മാസം, ഈ ഒരു ജൂൺ മാസം അവസാനിക്കുമ്പോൾ എനിക്ക് എന്താണ് എൻ്റെ ലൈഫിലേക്ക് അച്ചീവ് ചെയ്തെടുക്കേണ്ടത്? ഈ ഒരു വീക്ക് അവസാനിക്കുമ്പോൾ, ഈ ഒരു സാറ്റർഡേ അവസാനിക്കുമ്പോൾ എനിക്ക് എന്താണ് വേണ്ടത്? ജൂലൈ മാസത്തിൽ എനിക്ക് എന്താണ് വേണ്ടത്? അപ്കമിങ് 90 ഡേയ്സിൽ എനിക്ക് എന്താണ് വേണ്ടത്? ഈ വർഷത്തിൽ എനിക്ക് എന്താണ് വേണ്ടത്? ഇഫ് യു ഡോണ്ട് ഹാവ് എ പ്രോപ്പർ ആൻസർ ഫോർ ദാറ്റ്, എങ്ങനെയാണ്
യൂണിവേഴ്സിന് നിങ്ങളെ സഹായിക്കാൻ സാധിക്കുക? അതിന് വ്യക്തമായ ഒരു ഉത്തരം നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളെ യൂണിവേഴ്സിന് എങ്ങനെ സഹായിക്കാൻ സാധിക്കും? ഞാനിങ്ങനെ കൊണ്ടോട്ടി നിൽക്കുന്ന സമയത്ത് മണിസാറ് ഞാൻ മീറ്റ് ചെയ്തു. മണിസാറോട് ഞാൻ ചോദിക്കുകയാണ്, മണിസാർ ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ മണിസാർക്ക് എന്നെ സഹായിക്കാൻ സാധിക്കുമോ? ഞാൻ എങ്ങോട്ടാ പോകേണ്ടത് എനിക്കറിയില്ലെങ്കിൽ മണിസാറിന് എന്നെ സഹായിക്കാൻ സാധിക്കുമോ? റിസ്ക് ആയിരിക്കും അല്ലേ? അതേസമയത്ത് ഞാൻ മണിസാറോട് ചോദിക്കുകയാണ്, മണിസാർ ഇവിടുന്ന് എനിക്ക് മലപ്പുറം പോകണം, അല്ലെങ്കിൽ കാലിക്കറ്റ് പോകണം, അല്ലെങ്കിൽ കൊയിലാണ്ടി പോകണം, കൊച്ചിയിൽ പോകണം, ഞാൻ എങ്ങനെ പോകണം എന്ന് ചോദിക്കുകയാണെങ്കിൽ മണിസാർക്ക് എന്നെ സഹായിക്കാൻ പറ്റും. എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, യൂണിവേഴ്സ് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ്, നമുക്ക് വേണ്ട സംഭവങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ചോദിക്കാൻ അറിയണം. നമുക്ക് ചോദിക്കാൻ അറിയില്ലെങ്കിൽ യൂണിവേഴ്സ് കൺഫ്യൂസ്ഡ് ആയി പോകും. നിങ്ങൾക്ക് ചോദിക്കാൻ അറിയണം നിങ്ങൾക്ക് എന്താണ് വേണ്ടത്. പക്ഷെ നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ലൈഫിൽ നമ്മൾ ധാരണ കൊണ്ട് നടക്കുന്നുണ്ട് ചെറുപ്പം മുതലേ നമുക്ക് വേണ്ടതെല്ലാം ദൈവം നൽകും, അല്ലെങ്കിൽ നമുക്ക് വേണ്ടതൊക്കെ സംഭവിക്കും, അത് വിധിയാണെന്നുള്ളത്. ഇവിടെയാണ് നമ്മൾ ചേഞ്ച് വരുത്തേണ്ടത്. ഞാൻ എൻ്റെ ലൈഫിൽ എപ്പോഴും പറയാറുണ്ട് അല്ലെ, കുറച്ച് മുമ്പ് ഞാനൊരു മൊബൈൽ മെക്കാനിക് ആയിരുന്നു. ആ മൊബൈൽ മെക്കാനിക് ആയിരുന്നു ഞാൻ മൊബൈൽ മെക്കാനിക് ആയിട്ട് തന്നെ നിലനിൽക്കണം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാനുണ്ട് എൻ്റെ വിധി ഇതാണ്. നമ്മൾ വിധി സത്യമാണ്, പക്ഷെ വിധി സൃഷ്ടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് നമ്മളാണെന്നുള്ളതാണ്. നമ്മളുടെ വിധി നിർണ്ണയിക്കുന്നതിൽ, വിധി സൃഷ്ടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് നമ്മളാണ്. അപ്പോഴാണ് ദൈവം അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ന് പറയുന്ന ഇതെന്താവുള്ളൂ, പാർഷ്വാലിറ്റി ഇല്ലാത്ത ആളാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ജനിച്ച് വളർന്ന സിറ്റുവേഷൻസിൽ നമുക്ക് മാറാൻ സാധിക്കില്ല. ഞാനെപ്പോഴും വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു സ്റ്റോറിയാണ് ബറാക്ക് ഒബാമയുടെ സ്റ്റോറി. എപ്പോഴും ഒരു ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നുന്ന ഒരു സ്റ്റോറിയാണ്. ബറാക്ക് ഒബാമ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരാളാണ്. മിഷേൽ ഒബാമ അല്ല, ബറാക്ക് ഒബാമ. ഓക്കെ, ഈ ബറാക്ക് ഒബാമയുടെ ഫാമിലിയിൽ അതേ സിറ്റുവേഷനിൽ ജനിച്ച മറ്റൊരാളാണ് ബറാക്ക് ഒബാമയുടെ ബ്രദർ എന്ന് പറയുന്നത്. ബറാക്ക് ഒബാമയുടെ ബ്രദർ. ഈ രണ്ടുപേരും ഒരേ സിറ്റുവേഷൻസിലാണ് ജനിച്ചിട്ടുള്ളത്. മാലിക് ഒബാമ. ഓക്കെ, ഈ ഒരേ സിറ്റുവേഷൻസിൽ ജനിച്ച രണ്ടാള്, ഒരാൾ അമേരിക്കയുടെ പ്രസിഡന്റ് ആവുമ്പോഴും മറ്റൊരാൾ നോർമൽ ലൈഫാണ് സൃഷ്ടിച്ചെടുക്കുന്നത്. അപ്പൊ അതെങ്ങനെ വിധിയാവുന്നത്? ആരാണോ അവിടെ ചിന്തിക്കുന്നത് ആ ചിന്തകൾക്ക് അനുസരിച്ചുള്ള. ഇന്ന് നമ്മൾ ഫേമസ് ആയിട്ട് കാണുന്ന പല ആളുകളും സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ച ആളുകളാണ്. നിങ്ങൾ ഫേമസ് ആയിട്ട് കാണുന്ന പല ആളുകളും, ഈവൻ എം എ യൂസുഫ് ആയിക്കോട്ടെ, അല്ലെ, നമ്മളിപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിക്കോട്ടെ, ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ഓരോ ആളുകളെയും നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇവരൊക്കെ കോമൺ സാധാരണക്കാരായിട്ട് ജനിച്ച ആളുകളാണ്. പക്ഷെ അവരുടെ ചിന്തകളിൽ മാറ്റം വരുത്തിയപ്പോഴാണ് അവരുടെ ലൈഫിൽ മാറ്റം ഉണ്ടായത്. സോ നിങ്ങളെപ്പോഴും ചോദിക്കേണ്ടത്, what experience would I like today? I like this week, this month, this year. ഈ ഒരു വർഷത്തിൽ, ഈ ഒരു മാസത്തിൽ എന്താണ് എനിക്ക് വേണ്ടത്? എന്ത് എക്സ്പീരിയൻസ് ആണ് എനിക്ക് ലഭിക്കേണ്ടത്? ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ എന്താണ് അച്ചീവ് ചെയ്തത്? ഞാൻ എന്തിനൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണം? ഇതേപോലെയാണ് നിങ്ങൾ ഒരു വീക്കിലേക്കുള്ള കാര്യങ്ങളും എഴുതേണ്ടത്. അവിടെ പോയി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ദിസ് ഇസ് എ പെർഫെക്റ്റ് ആക്ടിവിറ്റി ഫോർ ദോസ് ഹു ആർ അണേബിൾ ടു ഫൈൻഡ് ടൈം ഫോർ സ്ക്രിപ്റ്റിംഗ് ഡയറി. ഇനി ചില ആളുകൾക്ക് ഡെയിലി സ്ക്രിപ്റ്റിംഗ് എഴുതുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അത്തരം ആളുകൾക്ക് ഒരു വീക്കിലേക്കോ ഒരു മന്തിലേക്കോ ഒരു ഇയറിലേക്കോ ഉള്ള സ്ക്രിപ്റ്റ് എഴുതി ഡെയിലി വായിക്കണം. സ്ക്രിപ്റ്റിംഗ് എഴുതാൻ അറിയണമെങ്കിൽ നിങ്ങൾക്ക് യു മസ്റ്റ് ഹാവ് എ പ്രോപ്പർ ഗോൾ സെറ്റിംഗ്സ്. നിങ്ങൾക്ക് എന്ത് വേണം? ഒരു വ്യക്തമായ ഗോൾ സെറ്റിംഗ്സ് വേണം. എന്താണ് ഈ വർഷത്തിന്റെ അവസാനത്തിൽ നേടേണ്ടതെന്ന് അറിയുന്നത്? നിങ്ങൾക്ക് ഇഫ് യു ഡോണ്ട് നോ വെർ യു വാണ്ട് ടു ഗോ, നിങ്ങൾക്ക് തന്നെ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ലെങ്കിൽ നോബഡി ക്യാൻ ഹെൽപ്പ് യു. നിങ്ങൾക്കറിയണം നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്. നിങ്ങൾക്കറിയണം ഈ വീക്കിൽ എനിക്ക് എന്താണ് നേടേണ്ടത്. നിങ്ങൾക്കറിയണം ഈ ദിവസത്തിൽ എനിക്ക് എന്താണ് നേടേണ്ടത്. നിങ്ങൾക്കറിയണം ഈ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ എവിടെയായിരിക്കണം. നിങ്ങൾക്ക് തന്നെ അറിയേണ്ടത് ഈ ഒരു 5 വർഷങ്ങൾക്ക് ശേഷമുള്ള നിങ്ങൾ ആരായിരിക്കണം. ഇഫ് യു ഡോണ്ട് നോ അബൌട്ട് ദാറ്റ്, നിങ്ങളുടെ ലൈഫിൽ എന്ത് ചെയ്യും? അത് ബുദ്ധിമുട്ട് വരും. ദീസ് ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ അറ്റ് ദി ബിഗിനിങ് ഓഫ് എ വീക്ക്, മന്ത് ഓർ ഇയർ. നിങ്ങളൊരു വീക്കിന്റെ ആരംഭത്തിലോ ഒരു മാസത്തിന്റെ ആരംഭത്തിലോ ഒരു ഇയറിന്റെ ആരംഭത്തിലോ ഇതേപോലെ എഴുതി തുടങ്ങും. അപ്പൊ ഇനി 2025 കാത്തിരിക്കേണ്ട കാര്യമില്ല. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് തുടങ്ങാം.
നമ്മൾ ആ ഒരു പ്രസന്റ് ഡേയിൽ തന്നെ ദീസ് ടോപ്പിക് ഡീൽ വിത്ത് വൈൽ സ്ക്രിപ്റ്റിംഗ് ആർ സിമിലർ ടു ദ ആക്ടിവിറ്റീസ് ഫോർ ദ പ്രസന്റ്. നമ്മൾ ആ ഡെയിലിയിലേക്ക് പ്രാക്ടീസ് ചെയ്ത് അതേപോലെ തന്നെ ചെയ്യാം. ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നേരത്തെ കാണിച്ചു തന്നു, അതേപോലെ സെയിം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് ഇതിന് കുറച്ചും കൂടെ സമയം എടുത്തേക്കാം. അതേപോലെ തന്നെ നമ്മളുടെ ഇതിനു മുമ്പ് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ എന്ത് these activities an ideal way to summarize the previous period, to organize and plan for the next. With regular practice you can reap dividend from this exercise. നിങ്ങൾ ഓരോ ദിവസവും എന്ത് ചെയ്യുക, ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് നിങ്ങൾക്ക് അത്രയും നല്ല രീതിയിലുള്ള ഒരു റിച്ച്നെസ്സിലേക്ക് അല്ലെങ്കിൽ അതിന്റെ കണ്ടന്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നു. ക്ലിയർ ആണോ? നിങ്ങളുടെ ഒരു വർഷം, ഒരു മാസം, ഒരു വീക്ക്, ഒരു ഡേ എന്തായിത്തീരണമെന്ന് നിങ്ങൾക്ക് അറിയുകയും അതിനു വേണ്ടി പ്രോപ്പർ ആയിട്ടുള്ള ഗോളുകൾ സെറ്റ് ചെയ്യാൻ തയ്യാറാവുകയും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്കൊന്നും നേടാൻ സാധിക്കില്ല. ഇന്ന് നമ്മൾ കാണുന്ന ഓരോ ആളുകളിലും ഓരോ വ്യക്തിയെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അവർക്കൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യമുള്ള ആളുകൾ തന്നെയാണ് അവിടെ എത്തിയിട്ടുള്ളത്. നിങ്ങൾ ഏതൊരു വ്യക്തി എടുക്കുകയാണെങ്കിലും നിങ്ങൾ അവരുടെ ബയോഗ്രഫിയിലൂടെ പോയി നോക്കുക, അവരോടൊന്ന് ചോദിച്ചു നോക്കുക. ഒരു സമയത്ത് അവരൊക്കെ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. പക്ഷെ ആ സിറ്റുവേഷൻസ് എൻ്റെ ലൈഫിൽ നെക്സ്റ്റ് ഒരു മൂവ്മെന്റിന് വേണ്ടിയാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. ഇനി പല ആളുകളുടെയും ഒരു സ്വാഭാവിക സ്വപ്നമാണ് ഒരു ഡ്രീം ഹോം ക്രിയേറ്റ് ചെയ്യാന്ന്. അതിനെന്തെങ്കിലും സ്ക്രിപ്റ്റിംഗ് ഉണ്ടോ? തീർച്ചയായിട്ടും അതിന് സ്ക്രിപ്റ്റിംഗ് ഉണ്ട്. ആ സ്ക്രിപ്റ്റിംഗിൽ നിങ്ങൾ നേരത്തെ എഴുതുന്നത് പോലെ തന്നെ എഴുതുക നിങ്ങളുടെ ഡ്രീം ഹോം. അതിൽ നിങ്ങൾ എഴുതുമ്പോൾ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വെർ ഈസ് ഇറ്റ് ലൊക്കേറ്റഡ്? നിങ്ങൾക്ക് എവിടെയാണ് ആ ഡ്രീം ഹോം വേണ്ടത്? ഇന്ത്യയിലാണോ, കേരളത്തിലാണോ, കൊച്ചിയിലാണോ, കോഴിക്കോടാണോ, അതോ നിങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെയാണോ? നിങ്ങൾക്ക് എവിടെയാണ് ആ വീട് വേണ്ട ആഗ്രഹം, അത് ആ സ്ക്രിപ്റ്റിംഗിൽ ഉണ്ടായിരിക്കണം. വാട്ട് ഡസ് ഇറ്റ് ലുക്ക് ലൈക്ക്? അത് എങ്ങനെയായിരിക്കണം ആ വീട്? എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരിക്കണം? അതിന്റെ കളർ എങ്ങനെ ആയിരിക്കണം? അതിന്റെ കോട്ടയാട് എങ്ങനെ ആയിരിക്കണം? ഇതെല്ലാം നിങ്ങൾക്ക് എന്ത് വേണം? ഒരു ഐഡിയ വേണം. ഹൗ ഈസ് ഇറ്റ് ഫർണിഷ്ഡ്? അതിന് ഇന്റീരിയർ ഡിസൈനിങ് ഫർണിഷിംഗ് ഒക്കെ എങ്ങനെയാണ്? അവിടുത്തെ ഡൈനിങ് ടേബിൾ എങ്ങനെയാണ്? നിങ്ങളുടെ ബെഡ്റൂം എങ്ങനെയാണ്? അതിന്റെ സിറ്റ് ഔട്ട് എങ്ങനെയാണ്? അതിന്റെ കിച്ചൺ എങ്ങനെയാണ്? അതിന്റെ ബാത്റൂം എങ്ങനെയാണ്? നിങ്ങൾക്ക് അതിന്റെ ഫർണിഷിങ്ങിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഹൗ മച്ച് ഡിഡ് ഇറ്റ് കോസ്റ്റ്? ഏകദേശം ഇതിന്റെ പ്രൈസ് എത്ര വരും? എത്ര രൂപയാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഈ ഡ്രീം ഹോം ഉണ്ടാക്കിയിരിക്കുകയാണ്? ഹു ഈസ് ലിവിങ് വിത്ത് ദെയർ വിത്ത് മീ? അവിടെ എന്നോട് കൂടെ ആരൊക്കെ ജീവിക്കും? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പല ആളുകളും ഡ്രീം ഹോം മാനിഫെസ്റ്റ് ചെയ്യും, ലോൺ എടുത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ അവർക്ക് വീട് ലഭിക്കും, പിന്നീട് ആ വീട് അവരെ നഷ്ടപ്പെടും. അപ്പൊ എപ്പോഴും നമ്മൾ ആ ഡ്രീം ഹോം മാനിഫെസ്റ്റ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ആ വീട്ടില് ഒരുപാട് ആളുകളോട് കൂടെ നിങ്ങൾ ഇഷ്ടപ്പെട്ടവരോടൊപ്പം ഒരുപാട് കാലം ജീവിക്കുന്നത് എപ്പോഴും നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. പെരുന്നാളും ഓണവും വിഷുവും ക്രിസ്മസും ഒക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് ആഘോഷിക്കുന്നത്, നമ്മുടെ മക്കള് വലുതാവുന്നത്, ആ മക്കള് മാരേജ്, അവർക്ക് പേരക്കുട്ടികൾ ഉണ്ടാവുന്നത്, അവർക്ക് പേരക്കുട്ടികൾ, നമ്മൾ അവരോടൊപ്പം ഒരുപാട് വർഷം ആ വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കുന്നത് കൂടെ നിങ്ങൾ ഡ്രീം ഹോം സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ അതിൽ വ്യക്തമായിട്ട് എഴുതിയിരിക്കണം. ഹോം ലഭിക്കുന്നതല്ല, ഹോം ലഭിച്ചതിന് ശേഷമുള്ള ഇമോഷൻസ്, അവിടെ ഹാപ്പി ഹോം ആയിരിക്കണം. ഹാപ്പി ഹോമിൽ നിങ്ങളോട് പ്രിയപ്പെട്ടവരോടൊത്തിട്ട് ഒരുപാട് കാലം സന്തോഷത്തോടു കൂടെ ജീവിക്കുന്നതും കൂടെ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കണം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് സി എന്ന് ടൈപ്പ് ചെയ്യുക. ഞാൻ പറഞ്ഞിരിക്കുന്നത് ക്ലിയർ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, സി എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, സോ ഫൈനൽ തോട്ട്സ് വൈൻഡപ്പ് ചെയ്യാണ്. വൈൻഡപ്പ് ചെയ്യുമ്പോൾ പറയാനുള്ളത്, ഈ ഒരു സ്ക്രിപ്റ്റിംഗ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഡെഡിക്കേറ്റഡ് ജേർണൽ ഫോർ ദ ആക്ടിവിറ്റീസ്, ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ എഴുതാൻ തയ്യാറാവണം. വൈൽ ആസ്കിങ് ക്വസ്റ്റ്യൻ അബൌട്ട് യുവർ ഡിസൈർ, നിങ്ങൾ ആഗ്രഹത്തിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇൻക്ലൂഡ് ദ ക്വസ്റ്റ്യൻ വൈ. എന്തുകൊണ്ടാണ് എനിക്കിത് വേണ്ടത്? എന്തുകൊണ്ടാണ് എനിക്ക് ഡ്രീം ഹോം വേണ്ടത്? എന്തുകൊണ്ടാണ് എനിക്ക് ആ കാര്യങ്ങൾ വേണ്ടത്? ഈ വൈക്ക് നിങ്ങൾ ക്വസ്റ്റ്യൻ, ഇറ്റ്സ് റിവീൽസ് എ ലോട്ട് അബൌട്ട് യുവർ ഡിസൈർ. കമ്പൈനിങ് സ്ക്രിപ്റ്റിംഗ് വിത്ത് വിഷ്വലൈസേഷൻ ഹാസ് എക്സ്പോണൻഷ്യൽ എഫക്ട്. ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ദ കീ ദാറ്റ് ക്യാൻ അൺലോക്ക് മെനി ഡോർസ്. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട, നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഗ്രാറ്റിറ്റ്യൂഡാണ് ഇതിന്റെ കീ പോയിന്റ്. ഗ്രാറ്റിറ്റ്യൂഡാണ് ഇതിന്റെ ക്യൂ പോയിന്റ്. എപ്പോഴും നമ്മൾ ഉള്ളതിന് നന്ദിയുള്ളവരായിക്കൊണ്ടേയിരിക്കുക. ഇല്ലാത്തതിനെ കുറിച്ചിട്ട് വെറീഡ് ആവുന്നതിന് പകരം
ഉള്ളതിന് നന്ദിയുള്ളവരായിക്കൊണ്ടിരിക്കുക. ഉള്ളതിന് നന്ദിയുള്ളവരായിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ ലൈഫിൽ മാത്രമേ വീണ്ടും വീണ്ടും നന്മകൾ. നമുക്കൊരു ജോലി ഉണ്ടോ, ആ ജോലിക്ക് നന്ദിയുള്ളവരായിരിക്കുക. നമുക്കൊരു ബിസിനസ് ഉണ്ടോ, ആ ബിസിനസ് നന്ദിയുള്ളവരായിരിക്കുക. നമുക്ക് ഹെൽത്ത് ഉണ്ടോ, ആ ഉള്ളതിന് നന്ദി. നമുക്ക് അറിവുണ്ടോ, ഉള്ളതിന് നന്ദിയുള്ളവരായിക്കൊണ്ടിരിക്കുക. ഇല്ലാത്തതിനെ കുറിച്ചിട്ട് ഒരുപാട് സംസാരിക്കുന്നതിന് പകരം ഉള്ളതിനെ കുറിച്ച് സംസാരിക്കാനും ഉള്ളതിന് നന്ദിയുള്ളവരായിരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമുക്ക് എന്ത് ചെയ്യും, ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. താങ്ക് യു സൈഫ് സർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് അത്രയും ഉപകാരപ്പെട്ടിട്ടുണ്ടായിരിക്കും. പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ഇനി ഈ ഒരു സെഷന്റെ ഫീഡ്ബാക്ക് പറയാനുള്ള ടൈമാണ്. രാജേഷ് എന്ന് പറഞ്ഞിട്ടൊരു സാറ് ഫസ്റ്റ് ടൈം ആണ് പറഞ്ഞിരുന്നല്ലോ. സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? സാറ് സെഷനിലുണ്ടോ ഇപ്പോ? ഇല്ലല്ലേ? ഓക്കെ. ഷെരീഫ മാം. ഗോകുൽ സർ. ഗോകുൽ സർ ഒക്കെ വിളിക്കുന്നവരെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് സംസാരിക്കണേ. സുധ മാം. ഹലോ. ഹലോ, വളരെ നല്ല സെഷൻ ആയിരുന്നു. ഞാൻ കുറച്ചേ കേട്ടുള്ളൂ, ആദ്യം തൊട്ട് കേട്ടില്ല. എങ്കിലും കേട്ടതിൽ വളരെ എന്താ പറയാ, ഒരു തിങ്കിങ് ബാക്ക് ആയിരുന്നു. ഇതൊക്കെ ഞാൻ നേരത്തെ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്, എന്നാലും മറന്നു പോയതാണ്. സോ ഇത് വീണ്ടും ഇങ്ങനെ രാവിലെ കേൾക്കുമ്പോൾ ഐ ഫീൽ ദിസ് ടുഡേ ഇറ്റ് വിൽ ബി എ ഗുഡ് ഡേ ഫോർ മീ എന്ന് തോന്നുന്നുണ്ട്. സോ ഐ വോണ്ട് ടു ക്യാരി ഓൺ ലൈക്ക് ദിസ്. നോക്കാം, ഞാൻ ശ്രമിക്കാം ടു അറ്റൻഡ് ദ ക്ലാസ്. ഐ മീൻ ഫോർ മൈ സൺ, മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ജോയിൻ ചെയ്തത്. എല്ലാവരെയും ഇതിൽ ഇൻവോൾവ് ചെയ്തു. ഫോർ ദെം ഓൺലി ആക്ച്വലി. ഐ വാണ്ട് ദെം ടു ലിസൺ ടു ദിസ്. So slowly I will try to make them to listen. Okay, it is a very interesting class, very thoughtful, lot of takeaways. Thank you, ma'am. Okay. Okay. ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യാമോ? എന്നെ കുറിച്ച്? അതെ മാം. ഓക്കെ, ഞാൻ ഇത് പാലക്കാടാണ്, പുതുനഗരം എന്ന സ്ഥലമാണ്. ഞാനൊരു പ്രൈവറ്റ് സ്കൂൾ ടീച്ചറാണ്. പിന്നെ 2 മക്കളുണ്ട്, 12th and 9th സ്റ്റാൻഡേർഡ്, ചിന്മയ വിദ്യാലയ. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ബിസിനസ് ആയിരുന്നു, ഇപ്പോ അത് കുറച്ചൊരു എന്താ പറയാ, അത് ഡള്ളായിട്ട് ഇപ്പോൾ അഗ്രികൾച്ചർ മാത്രം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിലാണ് ഇപ്പോൾ. ബിസിനസ് തിരിച്ചു ചെയ്യണം എന്നുള്ള ഒരു ഇതില്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഞാൻ എഡ്യൂക്കേറ്റഡ് എല്ലാം കൊന്നൂർ, ഊട്ടിയിലാണ്. കല്യാണം കഴിച്ച് കൊണ്ടുവന്നത് ഇവിടെ പുതുനഗരം. ഓക്കെ. Thank you, stay together, grow together. Okay, thank you. Yeah, thank you. Thank you. Thank you, Sudha ma'am. Thank you so much. Thank you. പുതിയ ആളുകളുടെ പേര് വിളിച്ചിട്ട് അവർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചതിൽ സുധാ മാം മാത്രമാണ്, ബാക്കിയുള്ളവർ അൺമ്യൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി നിങ്ങൾ ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ പറയാവുന്നതാണ്. ഞാൻ പേര് വിളിക്കണോ അല്ലെങ്കിൽ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാവുന്നതാണ് കേട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും ഇന്നത്തെ സെഷനെ കുറിച്ച് ഫീഡ്ബാക്ക് പറയാനുണ്ടോ? അപ്പം ഇതുവരെ നിങ്ങൾ ഡെയിലി ടാർഗറ്റ് ആയിരുന്നു, അതായത് ഒരു ദിവസത്തേക്കുള്ള ഗോൾ ആയിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്നിപ്പം സാറ് ക്ലാസ്സിൽ എങ്ങനെയാണ് അത് വീക്കിലേക്കും മന്തിലേക്കും അതുപോലെ തന്നെ ഇയറിലേക്കും നിങ്ങൾക്ക് എഴുതാൻ പറ്റും എന്ന് ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് ആർക്കൊന്നും പറയാനില്ല. ദിവ്യ മാം. ഹലോ. 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 ആ സർ, നല്ലൊരു ക്ലാസ് ആയിരുന്നു. കഴിഞ്ഞ വട്ടം ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടായിരുന്നു സ്ക്രിപ്റ്റ് പറഞ്ഞിരുന്നത്.
ഇപ്പൊ ഒരു 1 വീക്ക് ഒരു മാസത്തേക്ക് ആവുമ്പോൾ അത് കുറച്ചും കൂടി എക്സ്ട്രാഗ്രേറ്റ് ചെയ്തിട്ട് എഴുതണം എന്ന് തോന്നുന്നു. നല്ലൊരു ക്ലാസ് ആയിരുന്നു ഇത്. ഈ വട്ടം എന്തായാലും സ്ക്രിപ്റ്റ് എഴുതി ഒന്ന് നോക്കണം. നോക്കിയതില് എന്താ പറയാ അതിന്റെ അച്ചീവ്മെന്റ് എന്താണ്, അച്ചീവ്മെന്റ് ലിസ്റ്റ് തീർച്ചയായിട്ടും ഞാൻ ഫീഡ്ബാക്കിൽ പറയുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. മുഫീദ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ദിവ്യ മാം, താങ്ക് യു സോ മച്ച്. അപ്പൊ നിങ്ങൾ എല്ലാവരും ദിവ്യ മാം പറഞ്ഞതുപോലെ തന്നെ വീക്കിലേക്കും അതുപോലെ തന്നെ മന്ത്ലി ഇയർലി ഒക്കെ പ്ലാൻ സെറ്റ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് എന്താന്നുള്ളത് നിങ്ങൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി ആർക്കും ഡൗട്ട്സോ അല്ലെങ്കിൽ ഫീഡ്ബാക്കൊന്നും പറയാനില്ലാത്തത് കൊണ്ട് നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പം ഇന്നത്തെ ഈ ഒരു സെഷൻ ഹാൻഡിൽ ചെയ്ത സൈഡ് സാറിനും അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാ ബിമാജിക് കമ്മ്യൂണിറ്റി ബിമാജിക് മെമ്പേഴ്സിനും once again thank you all, thank you so much. Thank you, Seth sir. Thank you all. Thank you, Seth sir. Thank you all. Thank you so much, sir. Thank you all. Thank you, sir. Thank you all.